കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ അതിക്രമം നടത്തിയ 12 പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് പോലീസ്. കരിങ്കൊടി കാണിച്ച 50ഓളം SFI പ്രവർത്തകരാണ് ഗവർണറുടെ കാറിനടുത്തേക്ക് പാഞ്ഞടുത്തത്. സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഗവർണർ പരാതി നൽകി. മിഥുൻ മുരളിയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. മിഥുൻ, ഗവർണർ ഇപ്പോഴും നിലമേലിൽ റോഡിൽ തന്നെ ഇരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടോ? 12 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കരിങ്കൊടി പ്രതിഷേധം നടത്തിയ SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ പാഞ്ഞടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? വലിയ അതിക്രമം തന്നെയാണോ നിലമേലിൽ ഗവർണർക്ക് നേരെ ഉണ്ടായത്? വിഷ്ണു, 1 മണിക്കൂറിനോടടുത്താകുന്നു ഗവർണറുടെ പ്രതിഷേധം തുടരുകയാണ്. നിലമേലിലുള്ള ഒരു കടയ്ക്ക് സമീപത്ത് കസേരയിൽ ഇരുന്നു കൊണ്ട് ഗവർണർ പ്രതിഷേധിക്കുകയാണ്. അനുനയിക്കാനുള്ള ശ്രമം പോലീസ് തുടരുന്നുണ്ട്. 1 മണിക്കൂറിനധികം സമയമായി ഗവർണർ ഇവിടെ തന്നെ പ്രതിഷേധിക്കുക എന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഗവർണർ പറയുന്നത് മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് നീക്കണം, എങ്കിൽ മാത്രമേ താൻ ഇവിടെ നിന്ന് നീങ്ങുകയുള്ളൂ എന്നുള്ള കാര്യമാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. പോലീസ് ജീപ്പിൽ രാജകീയമായാണ് ഇവരെ ഈ അറസ്റ്റ് ചെയ്ത 17 പേരെ കൊണ്ടുപോയത് എന്നുള്ള ചില വിമർശനങ്ങളും ഗവർണർ ഉന്നയിക്കുന്നു. ഈ സമീപ സമയത്ത് 12 പേരെയായിരുന്നു ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നത് എന്നാണ് പോലീസ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 17 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 12 പേരെ അറസ്റ്റ് ചെയ്തു എന്ന കാര്യം പോലീസ് ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. അനുനയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവർണറെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗവർണർ പറയുന്നത് 50ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ഒരു വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. പ്രതിഷേധം അക്രമ സ്വഭാവമുള്ളതായിരുന്നു. ഗവർണറുടെ വാഹനത്തിന് നേരെ ഇവർ ചീറിയടുക്കുകയായിരുന്നു. വലിയ ബാനറുകൾ, മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം. അക്രമ സ്വഭാവമുള്ള പ്രതിഷേധിച്ച മുഴുവൻ ആളുകൾക്കെതിരെയും കേസെടുക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഗവർണറുടെ ആവശ്യം. പൊതുജന പക്ഷത്തിൽ നിന്നും ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഗവർണറുടെ ആവശ്യം ന്യായീകരിക്കപ്പെടാവുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. ഭരണഘടനാ സ്ഥാപനം നിർവഹിക്കുന്ന നേരത്തെയും പലയിടങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയുടെ വാഹനവ്യൂഹം ഇത്തരത്തിൽ ഈ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ആ പ്രതിഷേധം തടയേണ്ടത് പോലീസിന്റെ ചുമതലയായിരുന്നു. പ്രതിഷേധക്കാരെ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് കരുതൽ തടങ്കലിൽ അടക്കേണ്ടത് പോലീസിന്റെ ചുമതലയായിരുന്നു. പക്ഷേ ആ ഉത്തരവാദിത്വമൊന്നും പോലീസ് നിർവഹിച്ചില്ല. ഗവർണർ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ നിയമലംഘകരെ സംരക്ഷിക്കുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നിയമലംഘകർക്ക് ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിൽ കടുത്ത പ്രതിഷേധം, അക്രമ സ്വഭാവമുള്ള ഒരു പ്രതിഷേധം ഉണ്ടാക്കുന്നതിനുള്ള സാഹചര്യം പോലീസ് ഉണ്ടാക്കി കൊടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ സാഹചര്യത്തിനെതിരെയാണ്, ആ ഒരു സംഭവത്തിനെതിരെയാണ് ഗവർണറുടെ പ്രതിഷേധം ഇപ്പോൾ 1 മണിക്കൂറിന് അടുത്ത സമയത്ത് തുറന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 11:10 കൂടിയാണ് ഗവർണർ ഈ കൊല്ലം നിലമേൽ ഭാഗത്ത് എത്തിയത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ്. ഇവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്ത് കൊട്ടാരക്കരയിലാണ് ഇന്ന് ഗവർണറുടെ പരിപാടി ഉണ്ടായിരുന്നത്. ഇവിടേക്ക് പോകും വഴിയാണ് ഇന്ന് രാവിലെ 10:45 ശേഷമുള്ള സമയത്ത് ഈ പ്രതിഷേധവുമായിട്ട് ഈ SFI പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണത്. വലിയ പ്രതിഷേധമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. കടുത്ത പ്രതിഷേധം, അക്രമ സ്വഭാവമുള്ള ഒരു പ്രതിഷേധം എന്ന് തന്നെ പറയാം. നേരത്തെ പല ഭാഗങ്ങളിലും ഉണ്ടായ പ്രതിഷേധത്തിന് സമാനമായ രീതിയിൽ തിരുവനന്തപുരത്തും കോഴിക്കോടുമൊക്കെ ഉണ്ടായ അതേ പ്രതിഷേധം രീതി തന്നെ, അക്രമ സ്വഭാവമുള്ള പ്രതിഷേധം എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആ അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. വലിയ ബാനറുകൾ അവർ ഉയർത്തി കാണിക്കുന്നു, കറുത്ത തുണികൾ ഉയർത്തി കാണിക്കുന്നു, പ്രകോപനം ഉണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങൾ ഗവർണർക്കെതിരെ മുഴക്കുന്നു. ഇത്തരത്തിൽ മുൻകൂട്ടി ആസൂത്രിതമായിട്ട് ഒരു വലിയ സംഘം അവിടെ തടിച്ചു നിന്നിട്ടും അത് പ്രതിരോധിക്കാൻ പോലീസിന് ആയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ സുരക്ഷാ വീഴ്ചയാണ്. ആ സുരക്ഷാ വീഴ്ചയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പൊതുജന സമക്ഷത്തിലും ആ സുരക്ഷാ വീഴ്ച തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അല്പസമയം മുമ്പ് ഗവർണർ DGPയോട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഇവിടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വഴിയാണ് അനുനയ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഗവർണറെ DGPയോട് ഫോണിൽ സംസാരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയത്. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് DGP ആവശ്യപ്പെട്ടു. പക്ഷേ DGPയുടെ ആവശ്യം ഗവർണർ അംഗീകരിച്ചിട്ടില്ല. മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് നീക്കണം. 50ലധികം പ്രവർത്തകരുണ്ടായിരുന്നു. ഈ പ്രതിഷേധിച്ച അക്രമ സ്വഭാവത്തിലുള്ള പ്രതിഷേധം കാണിച്ച രാഷ്ട്രീയ മനോഭാവത്തോടുകൂടി ഗവർണർക്കെതിരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏത് വഴിയിലൂടെ ഗവർണർ കടന്നു പോയാലും അവിടെയെല്ലാം ഇത്തരത്തിൽ അക്രമവുമായിട്ട് മുന്നിട്ടിറങ്ങുമെന്ന് സൂചന നൽകുന്ന പ്രതിഷേധിക്കുന്ന SFIയുടെ മുഴുവൻ ആളുകളെയും. മിഥുൻ, തുടരുക. ഇപ്പോൾ പ്രദേശവാസി കൂടിയായ ഷാനവാസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഷാനവാസ്, താങ്കൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ SFIയുടെ പ്രതിഷേധം ഗവർണർക്ക് നേരെ ഉണ്ടായത്? ബാനറുമായി ഈ പ്രദേശത്തുണ്ടായിരുന്നു. SFI പ്രവർത്തകർ എഴുതിയിരുന്ന ബാനർ താങ്കൾ പറഞ്ഞ ബ്ലഡി ക്രിമിനൽ കൂടുതലുള്ള മേഖലയാണ് ഇത്, ഇതുവഴി പോകുമ്പോൾ ഇതുപോലെയുള്ള ബാനറുകൾ കാണേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഈ ബാനറിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് ഗവർണർ എത്തുകയും സമീപത്തുണ്ടായിരുന്ന പോലീസിനെ തള്ളിക്കൊണ്ട് പ്രവർത്തകർ റോഡിലേക്ക് കയറുകയും ചെയ്തു. തുടർന്നാണ് ഈ ഗവർണർ ഇറങ്ങിയപ്പോൾ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ച് ഗവർണർക്ക് നേരെ അടുക്കുകയും ചെയ്തു. തുടർന്ന് ഗവർണറും ഇവരുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു.
തുടർന്നാണ് ഗവർണർ ഇവിടെ ഇറങ്ങിയതിനു ശേഷം ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് പോലീസ് ഇവരെ ഇവിടെ നിന്ന് നീക്കാൻ തന്നെ തയ്യാറായത്. തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും കുറച്ച് പ്രവർത്തകർ വീണ്ടും ഇവിടെ കൂടുകയും ചെയ്തു. അവരെയും ഇവിടെ നിന്ന് നീക്കിയതിനു ശേഷം മാത്രമേ ഗവർണർ പോവുകയുള്ളൂ എന്ന നിലപാട് ആദ്യം എടുത്തു. തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്തില്ല. ആദ്യഘട്ടത്തിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാതെ ഗവർണർ ഇവിടെ നിന്ന് പോകില്ല എന്ന നിലപാടെടുത്തപ്പോൾ 12 പേരുടെ പേര് പ്രതിയാക്കി ഇപ്പോൾ എഫ്ഐആർ എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 5 കണ്ടാൽ അറിയാവുന്നവരുടെ പേരിലും എഫ്ഐആർ എടുത്തിട്ടുണ്ട്. എന്നാൽ എഫ്ഐആർ ഉൾപ്പെടെ തനിക്ക് കിട്ടിയാൽ മാത്രമേ ഇവിടെ നിന്ന് പോകൂ എന്ന നിലപാടാണ് ഇപ്പോൾ ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് മുന്നോട്ട് പോയാലും ആയൂര്, ചടയമംഗലത്ത് ഒക്കെ ഗവർണറെ തടയാനുള്ള നടപടിയുമായിട്ടായിരുന്നു SFI പ്രവർത്തകർ നിന്നിരുന്നത്. ഷാനവാസ്, അതോടൊപ്പം ഈ പോലീസിന്റെ അപ്പോഴത്തെ ഒരു നടപടി എങ്ങനെയായിരുന്നു? ഈ SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ പാഞ്ഞടുത്തപ്പോഴും പോലീസ് നോക്കി നിൽക്കുന്ന സമീപനം തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇവരെ ആ ഘട്ടത്തിലും തടയാൻ പോലീസ് ശ്രമിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നോ? അതായത് നമുക്കത് കാണാൻ കഴിയുന്ന കാരണം ഭരണപക്ഷി അംഗങ്ങൾ, അതായത് അതിന്റെ ഭാഗമായുള്ള SFI പ്രവർത്തകരെ ആദ്യഘട്ടത്തിലൊന്നും നല്ല രീതിയിൽ തടയാനോ നിയന്ത്രിക്കുവാനോ പോലീസ് ചെയ്തില്ല, അല്ലെങ്കിൽ പോലീസിന് കഴിഞ്ഞില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഗവർണർ ക്ഷുഭിതനായതോടുകൂടി മാത്രമാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റാൻ പോലീസ് ആദ്യഘട്ടത്തിൽ തയ്യാറായത്. ഇതാണ് ആ സമയത്ത് സംഭവിച്ചത്. ഓക്കെ, ഇപ്പോഴും ഗവർണർ ഈ സ്ഥലത്ത് തന്നെ തുടരുക തന്നെയല്ലേ? കാരണം ഈ FIRന്റെ പകർപ്പടക്കം ലഭ്യമായാലേ താൻ മടങ്ങൂ എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഗവർണർ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗവർണർ ഇവിടെ നിന്ന് തൊട്ടടുത്തൊരു ചായക്കടയിൽ എത്തുകയും ഒരു കസേര ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നൊരു കസേര അദ്ദേഹത്തിന് നൽകി. ആ കസേരയിട്ട് അതിന് മുൻവശത്തിരിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം SP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചത്, നിങ്ങളുടെ മുഖ്യമന്ത്രി ഇതുവഴി പോയാൽ നിങ്ങൾ ഇത്ര പോലീസിനെയാണോ ഇവിടെ ഇടുന്നത്? എന്നാൽ അത് കാരണം പോലീസ് വളരെ കുറവും SFI പ്രവർത്തകർ വളരെ കൂടുതലുമായിരുന്നു സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അത് കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ആണ് SP ഉൾപ്പെടെയുള്ളവരോട് ഗവർണർ ഇതുപോലെയുള്ള കാര്യം ആവശ്യപ്പെട്ടു. ആദ്യം DGP സ്ഥലത്ത് വന്നാൽ മാത്രമേ താൻ പോകുള്ളൂ എന്നായിരുന്നു ഇദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആ നിലപാടിൽ ഇവിടെയുള്ള പ്രാദേശിക BJP പ്രവർത്തകർ എത്തുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം FIR കയ്യിൽ കിട്ടിയതിനു ശേഷം എന്ത് വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ബാക്കി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഗവർണർ പറയുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ഷാനവാസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മിഥുൻ മുരളിയിലേക്ക് പോകുകയാണ്. മിഥുൻ, ഗവർണർ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്: മുഖ്യമന്ത്രി ഈ വഴിക്ക് പോകുമ്പോൾ ഇത്രയും സുരക്ഷ മാത്രമേ നിങ്ങൾ ഒരുക്കുമോ എന്നുള്ളതാണ് പോലീസിനോട് ഗവർണർ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭരണ തലവൻ കൂടിയാണ് ഗവർണർ. അങ്ങനെയുള്ള ഒരാളിന് കൃത്യമായ രീതിയിൽ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം, ഈ പോലീസിന്റെ ഒത്താശയോട് കൂടിയുള്ള പ്രതിഷേധമുണ്ടാകുന്നു എന്ന ആരോപണം ഗവർണറുടെ ഭാഗത്തു നിന്ന് തന്നെ ഉയരുന്ന സാഹചര്യവുമുണ്ട്. തീർച്ചയായും വിഷ്ണു, ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രധാന പ്രതിഷേധ സ്വരത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. പോലീസ് ഇവർക്ക് പ്രതിഷേധിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. നിയമലംഘകർക്കൊപ്പമാണ് പോലീസ്. നിയമലംഘനം നടത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ പോലീസ് ഒരുക്കി കൊടുക്കുന്നു. നേരത്തെ ഇവരെ മുൻകൂട്ടി അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ ഇങ്ങനെ കടന്നു പോകുന്നതെങ്കിൽ എത്ര ആളുകളെ പോലീസ് മുൻകൂർ അറസ്റ്റ് ചെയ്ത് നീക്കുമായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഗവർണർ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ ഗവർണറെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പോലീസ് FIRന്റെ പകർപ്പ് ഈ ഗവർണറുടെ അരികിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ FIRന്റെ പകർപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ എത്തിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. കണ്ടാൽ അറിയാവുന്ന 12 പേർക്കെതിരെയും കണ്ടാൽ അറിയാത്ത 5 പേർക്കെതിരെയും അടക്കം 17 പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. 12 പേർക്കെതിരെയായിരുന്നു ആദ്യം കേസെടുത്തിരുന്നത്. പിന്നീട് ഗവർണർ ഈ പ്രതിഷേധം ശക്തമാക്കി ഇവിടെ തന്നെ നിലയുറപ്പിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ ആളുകളിലേക്ക് 5 പേർക്ക് കൂടിയെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നത്. അത്രയും ആളുകളല്ല, 50-ലധികം ആളുകൾ പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ആളുകളെ കൊണ്ടുപോകാൻ വാഹന സൗകര്യമടക്കം അവിടെ ഒരുക്കിയിരുന്നില്ല. ഇവരെ പിന്നീട് രാജകീയമായിട്ട് പോലീസ് ജീപ്പിൽ കൊണ്ടുപോവുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും ഗവർണർ പ്രതിഷേധം
പ്രതിഷേധ സ്വരത്തിൽ പോലീസിനെ അറിയിക്കുന്നുണ്ട്. ഈ അറസ്റ്റ് ചെയ്യുന്നതിനോ ഈ പ്രതിഷേധിക്കുന്ന ആളുകളെ അവിടെ നിന്ന് ഉടൻ തന്നെ നീക്കം ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങളൊന്നും അവിടെ പോലീസ് ഒരുക്കിയിരുന്നില്ല എന്നുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഗവർണർ ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള വാഹനങ്ങൾ, പോലീസ് ബസ് അടക്കമുള്ള കാര്യങ്ങളൊന്നും അവിടെ ഒരുക്കാതെയായിരുന്നു പോലീസ് അവിടെ നിലയുറപ്പിച്ചിരുന്നത് എന്നുള്ള കാര്യവും സൂചിപ്പിക്കുന്നുണ്ട് ഗവർണർ. ഇതോടൊപ്പം തന്നെ പല വഴിത്തരങ്ങളിലും ഇനി 10 കിലോമീറ്റർ അകലെയാണ് ഈ ഗവർണറുടെ ഇന്നത്തെ പരിപാടി ഉണ്ടായിരുന്നത്. ആ ഭാഗങ്ങളിലെല്ലാം വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതടക്കമുള്ള നടപടികളൊന്നും രാവിലെ മുതൽ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന DGPയുടെ ആവശ്യവും ഗവർണർ അംഗീകരിച്ചിട്ടില്ല. പ്രതിഷേധം ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. 11:10 ഗവർണർ ഇവിടെ പ്രതിഷേധ സൂചകമായിട്ട് ഇവിടെയുള്ള ഒരു കടയുടെ മുന്നിൽ ഇരിക്കാൻ തുടങ്ങിയത്. അത് 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 12:10 ഈ സമയം. വലിയ പ്രതിഷേധം. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ 1 മണിക്കൂറിലധികമായി കേരളത്തിൽ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ വലിയ സുരക്ഷാ വീഴ്ചയുടെ ഉദാഹരണം തന്നെയായിട്ട് ഇത് മാറിയിരിക്കുന്നു. പല ഭാഗങ്ങളിലേക്ക് ഗവർണറുടെ പരാതി ഇതിനോടകം തന്നെ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഗവർണറുടെ തീരുമാനം. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് നീക്കണം. ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന മറ്റു ഭാഗങ്ങളിലായിട്ട് നിലമേലിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആയിട്ട് നിലയുറപ്പിച്ചിരിക്കുന്ന ആളുകൾക്കെതിരെയും നടപടിയെടുക്കണം. അവരെയും അറസ്റ്റ് ചെയ്ത് നീക്കണം. ഇവരുടെ FIRന്റെ പകർപ്പ് ലഭിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് അടിയന്തരമായിട്ട് FIRന്റെ പകർപ്പ് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂറിലധികമായി ഒരു കടയുടെ മുൻപിൽ സാധാരണ കസേരയിട്ട് ഗവർണർ ഇരിക്കുകയാണ്. ഓർക്കണം, ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ഇത്രയും ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ സമാന സാഹചര്യം മറ്റെങ്ങും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 50-ലധികം ആളുകൾ, ഒരു വലിയ ജനക്കൂട്ടം എന്ന് പറയാവുന്ന ആളുകൾ തന്നെയാണ് ഗവർണറുടെ വാഹനത്തിന് നേരെ ചീറിയെടുക്കുകയും പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ഗവർണർ അക്രമ സ്വഭാവം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത്രയും ആളുകൾക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള വാഹനങ്ങളോ ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായാൽ അത് തടയുന്നതിനുള്ള ക്രമീകരണങ്ങളോ ഇവരെ മാറ്റുന്നതിനുള്ള നടപടികളോ ഒന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇന്ന് 10:30 ഗവർണർ ഈ ഭാഗത്തു കൂടി കടന്നു പോകുമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അത് തന്നെയാണ് മിഥുൻ, നേരത്തെ അറിയാവുന്നതായിരുന്നു. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി തന്നെയായിരുന്നു ഗവർണർക്ക് കൊട്ടാരക്കരയിൽ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഗവർണർ ഈ ഭാഗത്തു കൂടി കടന്നു പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് SFI അവിടെ പ്രതിഷേധത്തിന് കോപ്പ് കൂട്ടിയത്. ആ സമയത്തും പോലീസ് ഒരു തരത്തിലുമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയില്ല. പോലീസ് ഈ SFI പ്രവർത്തകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗവർണർ ആരോപിക്കുന്നതും അതുതന്നെയാണ്. തീർച്ചയായിട്ടും വിഷ്ണു, അത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. പൊതുജനസമക്ഷത്തിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴും അവർ മനസ്സിലാക്കുന്നതും ഈ ഗവർണർ ഉന്നയിക്കുന്ന കാര്യത്തിലെ വസ്തുതയാണ്. ഗവർണർ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പൊതുജനസമക്ഷത്തിൽ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ എത്തുമ്പോഴും മനസ്സിലാക്കേണ്ടത്, വിലയിരുത്തേണ്ടത് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം നേരത്തെ നവകേരള സദസ്സിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രി കടന്നു പോകുന്ന ഭാഗങ്ങളിലെ മുഴുവൻ ആളുകളെയും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ, ഒരുപക്ഷെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. മറ്റ് പ്രതിപക്ഷ സംഘടനകളിലെ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലെ, യുവജന പ്രസ്ഥാനങ്ങളിലുമൊക്കെ ആളുകളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യങ്ങൾ പലയിടങ്ങളിലും ആവർത്തിച്ച് കണ്ടതാണ്. പക്ഷേ അത്തരത്തിൽ ഗവർണർ സൂചിപ്പിച്ച അതേ കാര്യം തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനമായിരുന്നു കടന്നു പോകുന്നതെങ്കിൽ ഇത്തരത്തിൽ സംഭവിക്കുമായിരുന്നു എന്നുള്ള ചോദ്യമാണ് പോലീസിന് നേരെ ഗവർണർ ഉന്നയിച്ചത്. അതേ കാര്യം തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഗവർണർ വരുമെന്ന് അറിഞ്ഞിട്ടും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നിശ്ചയിച്ച ഈ പരിപാടിയുടെ ഭാഗമായി കൃത്യസമയത്ത് 10:30 ഗവർണർ ഈ വഴി കടന്നു പോയിട്ടും ഇത്തരത്തിൽ അക്രമ സ്വഭാവമുള്ള ഈ പ്രതിഷേധം തടയുന്നതിനോ ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനോ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിനോ ഈ ഭാഗത്തെല്ലാം വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന മുൻകൂട്ടി തന്നെ പോലീസിന് അറിവ് ലഭിച്ചിട്ടും അത് തടയുന്നതിനുള്ള നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും വലിയ വീഴ്ച. അല്ലെങ്കിൽ ഗവർണർ സൂചിപ്പിക്കുന്നത് പോലെ ഇവർക്ക് പ്രതിഷേധിക്കുന്നവർക്ക് കുടപിടിക്കുന്ന സാഹചര്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. നേരത്തെ മുൻകൂട്ടി ഇത്തരത്തിൽ അറിവ് ലഭിച്ചിട്ടും SFIയുടെ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് പോലീസിന് അറിവ് ലഭിച്ചിട്ടും അത് തടയാനുള്ള ഒരു നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് ഗവർണർ വിലയിരുത്തിയ അതേ കാര്യം തന്നെ നമുക്കിവിടെയും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 50-ലധികം ആളുകൾ മുൻകൂട്ടി തയ്യാറാക്കി ആസൂത്രണം ചെയ്ത പ്ലക്കാർഡുകളും മറ്റ് ബാനറുകളും വലിയ കൊടികളും ഒക്കെയായിട്ട് ഇവിടേക്ക് ചാടി വീഴുകയായിരുന്നു. അത് മുൻകൂട്ടി തയ്യാറെടുത്ത, ആസൂത്രണം ചെയ്ത ഒരു പരിപാടി തന്നെയായിരുന്നു. പക്ഷേ അത് തടയാൻ പോലീസിന് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഗവർണർ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ അവർക്ക് സഹായം ലഭിച്ചേക്കാം. മുൻകൂട്ടി പോലീസിന് അറിവ് ലഭിച്ചിട്ടും ഈ നിയമലംഘകർക്ക് നിയമലംഘനം നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു പോലീസ് എന്ന് ഗവർണർ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ വിലയിരുത്തി
തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഗവർണർ ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പ് 1 മണിക്കൂർ 11:10 ഇവിടെ എത്തിയ ഗവർണർ ഇവിടെ ഒരു കടയുടെ കടയ്ക്ക് സമീപത്തേക്ക് എത്തുന്നു. അവിടെ ഉള്ള ആളോട് ഒരു കസേര ആവശ്യപ്പെടുന്നു. ആ കസേരയിൽ സാധാരണ കസേരയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അല്പം ചൂടുവെള്ളം മാത്രമാണ് 1 മണിക്കൂറിൽ ഗവർണർ ഈ കടയിൽ നിന്ന് വാങ്ങി കുടിച്ചത്. അതിനുശേഷം ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. FIR-ന്റെ പകർപ്പ് ലഭിക്കണം. ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് നീക്കണം. ഈ വലിയ പ്രതിഷേധം ഉണ്ടായിട്ട് പോലും ഈ ഭാഗത്ത് പലയിടത്തും ഈ SFI പ്രവർത്തകർ തമ്പടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം വലിയ രീതിയിൽ SFI പ്രവർത്തകർ കൂട്ടമായി കൂടി നിന്നു. പക്ഷേ അവരെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനോ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും അവരെ നീക്കം ചെയ്യുന്നതിനോ അവരെ ഓടിച്ചു വിടുന്നതിനോ ഒന്നുമുള്ള സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അത് ഗവർണർ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ നിയമലംഘകർക്ക് ലംഘനം നടത്തുന്നതിനുള്ള സാഹചര്യം വഴിതെളിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിലാണ് ഗവർണറുടെ പ്രതിഷേധം. നേരത്തെ കോഴിക്കോട് ഉണ്ടായ അതേ രീതിയിലുള്ള സമാനമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത്. അന്ന് ഗവർണറുടെ വാഹനത്തിന് നേരെ ഇവർ ചീറിയെടുത്ത് ഗവർണറെ മുദ്രാവാക്യങ്ങൾ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഗവർണർ വാഹനത്തിൽ നിന്നും ഇറങ്ങി SFI പ്രവർത്തകരെ നേരിടുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ ഗവർണറിന് അന്ന് സാധിച്ചു. ആവശ്യമില്ലാത്ത സമരവുമായിട്ട് മുന്നിട്ടിറങ്ങുന്ന SFI പ്രവർത്തകർക്ക് നേരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകുകയായിരുന്നു ഗവർണർ അന്ന് കോഴിക്കോട് ചെയ്തത്. അതിന് സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ ആവശ്യമില്ലാത്തൊരു സമരവുമായിട്ട് പ്രകോപനപരമായിട്ടുള്ള അക്രമ സ്വഭാവമുള്ള ഒരു സംഭവമായിട്ട് നിലമേലിലും SFI പ്രവർത്തകർ വലിയ കൂട്ടമായിട്ട് ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുന്നു. ഗവർണർ അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നു. സമരത്തിന്റെ മറ്റു കാര്യങ്ങളുമൊക്കെ ഉന്നയിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായി മറുപടി നൽകിയതിനു ശേഷം ഈ കാര്യങ്ങളിലൊക്കെ സുരക്ഷ ഒരുക്കേണ്ട ഗവർണർക്ക് സുരക്ഷ എടുക്കേണ്ട പോലീസിന് സംഭവിച്ചിരിക്കുന്ന വീഴ്ച പോലീസിനെ ചൂണ്ടിക്കാണിക്കുന്നു. എന്തുകൊണ്ട് തനിക്ക് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ പോലീസിന്